ക്ലാസ്സിൽ അസെക്ഷൽ റീപ്രൊഡക്ഷനെ പറ്റി കുറച്ച് ഐഡിയാസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എങ്ങനെയാണെന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിനകത്ത് നോക്കുമ്പോൾ ഓൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻജിയോസ്പേം ഷോ സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഫ്ലവേഴ്സ് ആർ ദി സൈറ്റ്സ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ, മിക്ക ഫ്ലവറിംഗ് പ്ലാന്റ്സും എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നുണ്ട്. അവരുടെ ആ ഫ്ലവർ ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ചെയ്യുന്ന മെയിൻ ഓർഗൻ എന്ന് പറയുന്നത്. പ്രീ ഫെർട്ടിലൈസേഷൻ സ്ട്രക്ചേഴ്സ് ആൻഡ് ഇവൻറ്റ്സ്. Several hormones and structural changes result in the differentiation and development of the floral primordium. Inflorescence bears the floral buds and then the flowers. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫ്ലോറൽ ബഡ്സിൻ്റെ ഒരു ഇമേജ് തന്നിരിക്കുന്നതിനുണ്ട്. ഒരു സെപ്റ്റൽ, അതുപോലെ പെപ്റ്റൽ പ്രൈമോഡിയം ഉണ്ട്, കാർപ്പൽ പ്രൈമോഡിയം, അതുപോലെ സ്റ്റേമൻ പ്രൈമോഡിയം. ഓക്കെ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ പെറ്റൽസും കാർപ്പൽസും ഒക്കെ ആയിട്ട് മാറുന്നത്. സോ ഇൻഫ്ലോറസൻസ് ബിയേഴ്സ് ദി ഫ്ലോറൽ ബഡ്സ് ആൻഡ് ദെൻ ദി ഫ്ലവേഴ്സ് ആണല്ലോ. ആദ്യം ബഡ് പിന്നീട് ഫ്ലവറായിട്ട് മാറുന്നു. സോ നമുക്ക് നോക്കേണ്ടത് സ്ട്രക്ചർ ഓഫ് ദ ഫ്ലവർ ആണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എപ്പോഴത്തേക്കും തരുന്നത് പോലെ ഇവിടെ ഒരു ഫ്ലവർ തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുപോലൊരു ഇമേജ് ഉണ്ടാവും. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്ന ഈ സ്ട്രക്ചറാണ് ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. രണ്ട് യെല്ലോ കളറിലെ ചെറിയ രീതിയിൽ നമ്മൾ പൂമ്പൊടിയൊക്കെ ഇരിക്കുന്ന ആ ഒരു പാട്ടില്ലേ പൂവിൻ്റെ, അതാണ് ആൻഡ്രീഷ്യം. പിന്നെ അതിൻ്റെ ഇതളുകളെ പറയുന്ന പേരെന്താണ്? പെറ്റൽസ്. ഇനി ഈ നമ്മുടെ പൂവിൻ്റെ അടിയിൽ പച്ച കളറിൽ, തണ്ടല്ല, പൂവും തണ്ടും കൂടെ ചേരുന്നിടത്ത് ഒരു പച്ച കളറിൽ ഇതള് പോലെ കാണില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? സെപ്റ്റൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ആൻഡ്രീഷ്യം ഇതാണ്, പെറ്റൽ ഇതാണ്, സെപ്റ്റൽ ഇതാണ്. ഓക്കെ, ഇനി ഈ നമ്മൾ അകത്ത്, പൂവിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെമ്പരത്തി പൂവൊക്കെ നടുവേ ഈ ഇതളുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ അല്പം ഒരു ഉരുണ്ട ഒരു ഭാഗം നമുക്ക് പൂവിനകത്ത് കാണാൻ പറ്റും. ഈ ഭാഗം കണ്ടല്ലോ, ഈ ഭാഗമാണ് ഗൈനീഷ്യം. അതായത് ചെമ്പരത്തി പൂവിൻ്റെയൊക്കെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത് ഗൈനീഷ്യമാണ്. നമ്മൾ ആ ഉള്ളിൽ കാണുന്ന, ഇങ്ങനെ ഉരുണ്ട് കാണപ്പെടുന്ന, ഉള്ളിൽ കാണപ്പെടുന്ന അതിനെയാണ് ഗൈനീഷ്യം എന്ന് പറയുന്നത്. വെളിയിൽ കാണപ്പെടുന്ന പൂമ്പൊടി ഇരിക്കുന്ന ആ ചെറിയ സാധനമാണ് എന്ത്? ആൻഡ്രീഷ്യം എന്ന് പറയുന്നത്. അത് മെയിൽ പോർഷനാണ്. ഓക്കെ, ഗൈനീഷ്യമാണ്. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ഒരു ഡയഗ്രാം കാണിച്ചിട്ടുണ്ട്. ഈ സെൻറ്റർ പോർഷൻ്റെ സെപ്പറേറ്റ് ഒരു ഡയഗ്രാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഗൈനീഷ്യം. അതിനെന്തുണ്ട്? ഏറ്റവും അറ്റത്ത് കാണപ്പെടുന്ന അതിൻ്റെ ടിപ്പിനെ പറയുന്ന പേരാണ് സ്റ്റിഗ്മ. പിന്നെ ഇതിൻ്റെ ആ ട്യൂബ് പോലത്തേനെ പറയുന്ന പേരാണ് സ്റ്റൈൽ. പിന്നെ നമ്മളിരിക്കുന്നത് ഈ ഒരു ഉരുണ്ട പോർഷൻ, ഇതാണ് അതിൻ്റെ ഓവറി. ഓക്കെ, ഓവറിക്കകത്ത് എന്തുണ്ടാവും? ഓവ്യൂൾസ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. ഈ ഓവ്യൂൾസിൻ്റെ തന്നെ വേറൊരു പേരാണ് മെഗാസ്പൊറാഞ്ചിയ. മെഗാസ്പൊറാഞ്ചിയ. ക്ലിയർ ആണല്ലോ. അപ്പം അതാണ് ആ ഉരുണ്ട പോർഷൻ. ഇനി നമ്മളിവിടെ കണ്ട ഈ ആൻഡ്രീഷ്യം ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ മെയിൽ വേർഷൻ എന്ന് പറയുന്നത്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്നത്, താഴെ കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഒരു എലാബറേറ്റഡ് ആയിട്ടുള്ള ഇമേജാണ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിന് എന്തുണ്ട്? അതിനകത്ത് എന്തുണ്ട്? പോളൻ ഗ്രെയിൻസ് ഉണ്ട്, മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ തണ്ടിനെ പറയുന്നതാണ് ഫിലമെൻറ്റ്. ഈ ഇരിക്കുന്ന ഈ ഒരു നമ്മുടെ ഈ പോളൻ ഗ്രെയിനൊക്കെ ഇരിക്കുന്ന ആ തണ്ടിനെ പറയുന്ന പേരാണ് ആന്തർ. ഇനി ഞാൻ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടി നിങ്ങൾക്ക് പഠിക്കാനുള്ള എളുപ്പത്തിൽ പറയാം. ഒരു പൂവെടുത്തു. ഓക്കെ, ആ പൂവിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നതാണ് ഗൈനീഷ്യം. ഗൈനീഷ്യം. നമ്മൾ ഗൈനൊക്കെ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? ഗർഭത്തിൻ്റെ ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ ഗൈനക്കോളജി, അല്ലേ? അത് ആർക്കാണ്? പെണ്ണുങ്ങൾക്കാണല്ലോ. സെയിം ഗൈനക്ക്, ഗൈനീഷ്യം അതെന്ന് പറയുന്നത് എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് എന്താണ്? ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ് ഗൈനീഷ്യം. ഇനി ആൻഡ്രീഷ്യം. ആണുങ്ങൾ എന്നല്ലേ മെയിൽസിനെ മലയാളത്തിൽ പറയുന്ന ആണുങ്ങൾ. സോ ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി അത് തിരിഞ്ഞു പോകത്തില്ലല്ലോ. ഗൈനീഷ്യം ഫീമെയിൽ പാർട്ടാണ്, ആൻഡ്രീഷ്യം മെയിൽ പാർട്ടാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്കറിയേണ്ടത് അതിൻ്റെ സ്ട്രക്ചറുകൾ എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. ഗൈനീഷ്യത്തിൻ്റെ ടിപ്പിന് പറയുന്ന പേരെന്താണ്? സ്റ്റിഗ്മ. ഈ കാണുന്ന ഇതാണ് സ്റ്റിഗ്മ. ഈ വരുന്ന ഈ തണ്ടിനെ പറയുന്നതാണ് സ്റ്റൈല്. പിന്നെ ഈ ഇരിക്കുന്നതാണ് അതിൻ്റെ ഓവറി. ഓവറിക്കകത്ത് എന്തുണ്ട്? ഒവ്യൂൾസ്. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. സ്റ്റിഗ്മ, സ്റ്റൈൽ, ഓവറി. ഓവറിക്കകത്ത് എന്തുണ്ട്? ഒവ്യൂൾസ്. കൺഫ്യൂഷൻ ഇല്ലല്ലോ. ഇനി നമ്മൾ ആൻഡ്രീഷ്യം എടുക്കുമ്പോൾ എന്താണ്? ആൻഡ്രീഷ്യത്തിന് ഏറ്റവും തണ്ടിൽ വരുന്ന ആ ഒരു പോർഷനെയാണ് ആന്തർ. ആന്തറിൻ്റെ താഴെ സ്റ്റൈല്. ആന്തറിനുള്ളിലാണ് പോളൻ ഗ്രെയിൻ. ഓക്കെ, ആന്തറിനുള്ളിലാണ് പോളൻ ഗ്രെയിൻ.
ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. ഇനി ഈ മെഗാസ്പൊറാഞ്ചിയവും മൈക്രോസ്പൊറാഞ്ചിയവും തെറ്റിപ്പോകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് മെഗാസ്പൊറാഞ്ചിയം എന്താണ്? ഗൈനീഷ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, മൈക്രോസ്പൊറാഞ്ചിയം എന്താണ്? ആൻഡ്രീഷ്യമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മളിവിടെ സൈസ് തന്നെ നോക്കിക്കോ, നമ്മുടെ ഫീമെയിൽ ഈ ഗൈനീഷ്യം അല്ലേ സൈസ് കൂടുതൽ, അപ്പോൾ അതുകൊണ്ട് മെഗാസ്പൊറാഞ്ചിയം അതിനകത്താണെന്ന് അങ്ങോട്ട് മനസ്സിലാക്കി വെക്കുക. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ആൻഡ്രീഷ്യം ചെറുതല്ലേ ഈ ഇമേജിൽ. സോ മൈക്രോസ്പൊറാഞ്ചിയം എന്തിലാണ്? ആൻഡ്രീഷ്യത്തിലാണെന്ന് മനസ്സിലാക്കുക. ഇനി നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ടിപ്പിക്കൽ ഫ്ലവറൽ പ്ലാന്റ്സിന് 2 പാർട്ടാണുള്ളത്, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഏതൊക്കെയാണ്? ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. സ്ട്രക്ചർ ഓഫ് ആൻഡ്രീഷ്യം നമ്മൾ നോക്കാം. ദേ ഇവിടെ ഒന്നും കൂടെ വലുതാക്കി കൊടുത്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ഫ്ലവർ. ആൻഡ്രീഷ്യം എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ഫ്ലവർ ആണെന്ത്? ആൻഡ്രീഷ്യം ആണ് ആൻഡ്രീഷ്യം. ഓക്കെ, ഇറ്റ് കൺസിസ്റ്റിംഗ് ഓഫ് എ വോൾ ഓഫ് സ്റ്റേമൻ. ദെയർ നമ്പർ ആൻഡ് ലെങ്ത് ആർ വേരിയബിൾ ഇൻ ഡിഫറെൻറ്റ് സ്പീഷീസ്. ഇതിനെയാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. ചില ഫ്ലവറിങ് പ്ലാന്റ്സിന് ഒരുപാട് സ്റ്റേമൻസ് ഉണ്ടാവും, ചിലതിന് 1-2 സ്റ്റേമൻസേ ഉണ്ടാവുള്ളൂ. അത് സ്പീഷീസ് അനുസരിച്ച് മാറും. ഈ സ്റ്റേമൻ്റെ അറ്റത്ത് എന്താണ്? ആന്തരാണുള്ളത്. ആന്തരത്തിന് താഴെ എന്തുണ്ട്? ഫിലമെൻ്റ് ഉണ്ട്. ഇതിനകത്ത് എന്താണ്? മൈക്രോസ്പൊറാഞ്ചിയം ഉണ്ട്. പോളൻ ഗ്രെയിൻസ് അവിടെയാണ് ഫോം ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഇവിടെ തന്നിരിക്കുന്ന ഈ ഇമേജിനകത്ത് ഇതെന്താണ്? ഗൈനീഷ്യത്തിൻ്റെ ഇമേജാണ്. ഇത് സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. ഓക്കെ, ക്ലിയർ ആണല്ലോ? അടുത്തത് ആൻഡ്രീഷ്യത്തിന് ഇൻ ഡീറ്റെയിൽ നോക്കുമ്പോൾ ആൻഡ്രീഷ്യത്തിന് അല്ലെങ്കിൽ സ്റ്റേമന് 2 പാർട്ടാണുള്ളത്, ഫിലമെൻ്റ് അതുപോലെ ആന്തർ. ഈ തന്നിരിക്കുന്നതാണ് സ്റ്റേമൻ. സ്റ്റേമന് 2 പാർട്ടുള്ള അറ്റത്തെ ടിപ്പിനെ പറയുന്ന പേരാണ് എന്ത്? ആന്തർ. താഴത്തെ ആ പച്ച കളറിലെ തണ്ടിനെ പറയുന്ന പേരാണ് ഫിലമെൻ്റ്. സോ പാർട്ട് ഓഫ് സ്റ്റേമൻ എത്രയാണ്? ഫിലമെൻ്റ്, ആന്തർ, അങ്ങനെ 2 പാർട്ടാണ് ഉള്ളത്. ഇനി പാർട്ട് ഓഫ് സ്റ്റേമൻ പറഞ്ഞു കഴിഞ്ഞു. ഫിലമെൻ്റ് ഇസ് ദ ലോങ് സ്ലെൻഡർ സ്റ്റോക്ക് അല്ലേ? നമ്മളിവിടെ എടുക്കുമ്പോൾ ഇതിപ്പോൾ അതിൻ്റെ വേറൊരു ഇമേജ് കൊടുത്തിരിക്കുക. അറ്റത്ത് പറയുന്നതാണ് ആന്തർ, താഴത്തെ തണ്ടിന് പറയുന്നതാണ് ഫിലമെൻ്റ്. ഈ സ്ലെൻഡറായിട്ട് വരുന്ന ഈ ഒരു തണ്ടിനെ പറയുന്ന പേര് ഫിലമെൻ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എന്നാണ്. പിന്നെ പ്രൊക്സിമൽ എൻഡ് തലാമസ് ഓഫ് ദ പെറ്റൽ ഓഫ് ഫ്ലവേഴ്സ്. ഇറ്റ്സ് പ്രൊക്സിമൽ എൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു ദി തലാമസ് ഓർ ദി പെറ്റൽ ഓഫ് ദി ഫ്ലവർ. ഇതിൻ്റെ ഈ പ്രൊക്സിമൽ എൻഡ് എവിടെയാണ് മുട്ടിയിരിക്കുന്നത്? ഒന്നെങ്കിൽ ഈ താഴത്തെ തലാമസ് പോർഷനെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ പെറ്റൽസിനെ ആയിരിക്കും ടച്ച് ചെയ്ത്. നോക്കിക്കോ, ഓരോ സ്റ്റേമൻ്റെയും അറ്റത്തെ നമ്മുടെ ഫിലമെൻ്റ് ഇങ്ങനെ വന്നിട്ട് എവിടെയാണ് മുട്ടുന്നത്? ഒന്നെങ്കിൽ തലാമസിനെ, ഈ ഒരു പോർഷൻ ഓഫ് ഫ്ലവറിനെയാണ് തലാമസ് എന്ന് പറയുന്നത്. ഈ മിക്ക ഈ സ്ലെൻഡർ ഈ ഫിലമെൻറ്റും എവിടെയാണ് മുട്ടുന്നത്? ഒന്നെങ്കിൽ തലാമസിൽ, ഇല്ലെങ്കിൽ പെറ്റലിലായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ ഒരു ആന്തറിനെ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? അതിനുള്ളിൽ നമുക്ക് പോളൻ സാക്കുകൾ കാണാൻ പറ്റും. ഇതിനകത്താണ് പോളൻ ഗ്രെയിൻസ് ഉള്ളത്. സോ ആന്തറിനുള്ളിലാണ് പോളൻ സാക്ക്, പോളൻ സാക്കിനുള്ളിലാണ് പോളൻ ഗ്രെയിൻസ്. ഓക്കെ, ഇത് നമ്മുടെ താഴോട്ട് പോകുന്ന ആ ഫിലമെൻറ്റ്. ഇതിനകം ഇവിടെ കട്ട് ചെയ്യുന്ന കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിങ്ങനെ നമ്മൾ കട്ട് ഛേദിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഇമേജാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ കാണിക്കുന്ന ഈ ഫിലമെൻറ്റ് ഈ സെയിം ഫിലമെൻറ്റ് തന്നെ. ക്ലിയർ ആണല്ലോ? ഇതിനെ ഇങ്ങനെ നമ്മൾ കഷ്ണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പോളൻ സാക്കുകളും പോളൻ ഗ്രെയിനുകളും കാണാൻ പറ്റും. ആൻഡ്രീഷ്യം എല്ലാവർക്കും ക്ലിയർ ആയല്ലോ? സ്റ്റേമൻ എന്താണെന്ന് മനസ്സിലായല്ലോ? അതിനൊരു ആന്തറുണ്ട്, ഒരു ഫിലമെൻ്റ് ഉണ്ട്. ഇതെല്ലാം പറയുന്നത് എന്താണ്? മെയിൽ പാർട്ടാണ് അല്ലേ? ആൻഡ്രീഷ്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഇനി ടെർമിനൽ ഓർ ടിപ്പിക്കൽ ബൈലോബ്ഡ്, ഈച്ച് ലോബ് ഹാസ് 2 തീക്കെ. യൂഷ്വലി നമ്മുടെ ആന്തർ എന്ന് പറയുന്നത് മജോറിറ്റി ഓഫ് ദ കേസിൽ എന്തായിരിക്കും? ബൈലോബ്ഡ് ആയിരിക്കും. ഇവിടെ കണ്ടില്ല ഈ ഇമേജിൽ 1, 2 ലോബുകളുണ്ട്. കുറേ കേസുകളിൽ ഇങ്ങനെ ആയിരിക്കും. നമുക്കിപ്പോൾ അല്ലാത്ത എക്സെപ്ഷനായിട്ടുള്ള കേസുകളും ഉണ്ട് കേട്ടോ. പക്ഷേ കൂടുതൽ കേസിൽ എന്തായിരിക്കും? ടിപ്പിക്കലി ബൈലോബ്ഡ് ആയിരിക്കും. 2 തീക്കാസ് ആയിരിക്കും, ഡൈത്തീക്കാസ് ആയിരിക്കും. ഓഫൺ എ ലോഞ്ചിറ്റ്യൂഡിനൽ ഗ്രൂവ് റൺസ് ലെങ്ത് വൈസ് സെപ്പറേറ്റിംഗ് ദി തീക്ക. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഡൈത്തീക്കസിൻ്റെ എങ്ങനെ ഇമേജ് എന്നുള്ളത് കാണിച്ചിരിക്കുന്നത്. 2 തീക്ക, 2 ലോബുകളായിട്ടായിരിക്കും ആന്തർ വരുന്നത്. ഇനി സ്ട്രക്ചർ ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ആൻഡ്രീഷ്യസിനെ കുറിച്ച് ഇനി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ആ ക്രോസ് സെക്ഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ഇമേജാണ്, ആന്തറിനെ കട്ട് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽ ഇമേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. പോളൻ സാക്കുകൾ
2 തീക്ക ഉള്ളതെന്ന് പറഞ്ഞു. 2 തീക്കയിലുമായിട്ട് എന്തുണ്ട്? 4 പോളൻ സാക്കുകളുണ്ട്. ഇതിനകത്ത് എന്താണ്? മൈക്രോസ്പോർ മദർ സെൽ ഉണ്ടാവും. അതിൽ നിന്നാണ് മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നത്. അങ്ങനെയാണ് പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത്. The anther is a tetragonal structure consisting of 4 microsporangia located at the corners. ഓക്കെ, ഈ നമ്മുടെ ആന്തർ എന്ന് പറയുന്നത് എന്താണ്? നോക്കൂ, നമുക്ക് 4 ഈ പറഞ്ഞ പോലെ മൈക്രോസ്പൊറാഞ്ചിയാസ് ഉള്ള ഒരു ടെട്രാഗണൽ സ്ട്രക്ചറാണ് നമ്മുടെ ആന്തർ എന്ന് പറയുന്നത്. അത് ഓരോ ലോബിൽ 2 മൈക്രോസ്പൊറാഞ്ചിയ എന്നൊരു കണക്കിലായിരിക്കും ഉണ്ടായിരിക്കുക. മൈക്രോസ്പൊറാഞ്ചിയ ഡെവലപ്ഡ് ഇൻ ടു പോളൻ സാക്ക്. പോളൻ സാക്കിൽ നിന്നാണ് പോളൻ ഗ്രെയിൻസ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പത്തെ ഇമേജിൽ ആന്തറിനെ നമ്മൾ നടുവേ ഇങ്ങനെ ഖണ്ഡിക്കുന്ന കാര്യം പറഞ്ഞു, ബൈലോബ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 4 മൈക്രോസ്പൊറാഞ്ചിയാസ് കാണപ്പെടും. അതിനുള്ളിൽ എന്തുണ്ട്? പോളൻ സാക്കുണ്ട്. പോളൻ സാക്കിനുള്ളിൽ നിന്നാണ് പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത്. ഇവിടെ കൊടുത്തിരിക്കുന്ന അതിൻ്റെ ഇമേജാണ്. ഇതിലേതെങ്കിലും ഒരു ഇമേജ് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ ചിലപ്പോൾ ചോദിക്കാം. പാർട്ടുകൾ മാർക്ക് ചെയ്യാൻ ചോദിക്കാം. ഓക്കെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ഇമേജാണ് കേട്ടോ. ടിപ്പിക്കൽ മൈക്രോസ്പൊറാഞ്ചിയ ഈസ് നിയർ സർക്കുലർ ഇൻ ഔട്ട്ലൈൻ ആണല്ലോ. ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് 4 വോൾ ഓഫ് ലെയർ. ഇനി നിങ്ങൾ അറിയേണ്ടത് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചറാണ്. ഈ കൊടുത്തിരിക്കുന്ന മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചറാണ്. 4 വോൾസ് ആണ് മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളത്. എപ്പിഡാമിസ്, എൻഡോഡാമിസ്, മിഡിൽ ലെയർ ആൻഡ് ടപ്പീറ്റം. ഏതൊക്കെയാണ്? എപ്പിഡാമിസ്, എൻഡോഡേമിസ്, മിഡിൽ ലെയർ, ടപ്പീറ്റം എന്നിങ്ങനെ 4 ലെയറാണ് നിങ്ങളുടെ മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളത്. ഇന്ന് നമ്മൾ ആൻഡ്രീഷ്യം മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും കൂടെ ഒരുമിച്ച് ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. നമ്മളിപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് പറഞ്ഞത്, ആൻഡ്രീഷ്യം. അതിനകത്ത് നമ്മൾ ആന്തർ, സ്റ്റേമൻ എന്നിങ്ങനെ 2 പാർട്ടൊക്കെ ഉണ്ടെന്നുള്ളത്. സ്റ്റേമന് 2 പാർട്ടുണ്ട്, ആന്തർ, ഫിലമെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആന്തറിനെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കത് കാണാൻ പറ്റും, ബൈലോബ്ഡ് ആണ്, 2 തീക്കാസ് ആണുള്ളതെന്ന് പറഞ്ഞു. ആ ആന്തറിനെ തന്നെ നമ്മൾ കണ്ടിക്കുമ്പോൾ നമുക്ക് വേറൊരു കാര്യം കൂടെ കാണാൻ പറ്റും. ആന്തറിനുള്ളിൽ എന്തുണ്ട്? 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടെന്നുള്ളത് കാണാൻ പറ്റും. മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിലാണ് എന്തുള്ളത്? പോളൻ സാക്ക് ഉള്ളത്. പോളൻ സാക്കിൽ നിന്നാണ് എന്തുണ്ടാകാൻ പോകുന്നത്? പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യാൻ പോകുന്നത്. ഇനി ഈ പറഞ്ഞ 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ഒരു മൈക്രോസ്പൊറാഞ്ചിയ നമ്മളിങ്ങെടുത്തു. അതിൻ്റെ സ്ട്രക്ചർ നോക്കുകയാണ്. അതിൻ്റെ സ്ട്രക്ചർ നോക്കിയപ്പോൾ നമുക്ക് കാണാൻ പറ്റി മൈക്രോസ്പൊറാഞ്ചിയത്തിന് 4 ലെയറുകളുണ്ട്. 4 ലെയറുകൾ എന്ന് പറയുന്നത് എപ്പിഡെർമിസ്, എൻഡോഡെർമിസ്, മിഡിൽ ലെയർ, ടപ്പീറ്റം എന്നിങ്ങനെ 4 ലെയറുകൾ മൈക്രോസ്പൊറാഞ്ചിയത്തിനുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇതിനകത്തെ ഔട്ടർ 3 ലെയർ ഗീവ് പ്രൊട്ടക്ഷൻ ഡെഹിസൻസ് ഓർ ആന്തർ ടു റിലീസ് ദി പോളൻ. ഓക്കെ, അതിൽ ഈ 3 ലെയറുകൾ എപ്പിഡാമിസ്, എൻഡോഡാമിസ്, മിഡിൽ ലെയർ, ടപ്പീറ്റോ എന്ന് പറഞ്ഞു. ഇതിലെ പുറമേ ഉള്ള 3 ലെയറുകൾ, അതായത് എപ്പിഡാർമിസ്, എൻഡോഡാമിസ്, മിഡിൽ ലെയർ, ഈ 3 ലെയറുകൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ലെയറുകളാണ്. ഇനി ടപ്പീറ്റമാണല്ലോ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള ലെയർ. ഇത് നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പം മൊത്തം എത്ര ലെയറുകളുണ്ട് മൈക്രോസ്പൊറാഞ്ചിയത്തിന്? 4. എപ്പിഡാർമിസ് ഉണ്ട്, എപ്പിഡാർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ, ടപ്പീറ്റം എന്നിങ്ങനെ 4 ലെയറുകളാണ് മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളത്. അതിൻ്റെ ഔട്ടർ ആയിട്ടുള്ള 3 ലെയറുകൾ, അതായത് എപ്പിഡാർമിസ്, എൻഡോതീഷ്യം, മിഡിൽ ലെയർ, ഇത് 3 എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഉള്ളതാണ്. അതേസമയം ഇന്നർമോസ്റ്റ് ലെയർ ആയിട്ടുള്ള ടപ്പീറ്റം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. സെൽസ് ഓഫ് ദ ടപ്പീറ്റം കണ്ടെയ്ൻ ഡെൻസ് സൈറ്റോപ്ലാസം ജനറലി ഹാവ് മോർ ദാൻ 1 ന്യൂക്ലിയസ്. ഓക്കെ, കാരണം അതാണ് നറിഷ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ലെയർ. അതുകൊണ്ട് കൂടുതൽ സൈറ്റോപ്ലാസം അതിന് വേണം, 1-ൽ കൂടുതൽ ന്യൂക്ലിയസ് അതിന് വേണം, അല്ലേ? ടപ്പീറ്റം ആണല്ലോ നറിഷ്മെൻറ്റ് കൊടുക്കുന്നത്. സോ ഇൻ യങ് ആന്തർ ഈച്ച് മൈക്രോസ്പൊറാഞ്ചിയം ഹാസ് സ്പൊറോജീനസ് ടിഷ്യൂ അറ്റ് സെൻറ്റർ. It consisting of compactly arranged homogeneous diploid cells, sporogenous cells. ഇനി മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ആസ് ദ ആന്തർ ഡെവലപ്പ് ഈച്ച് സ്പോറോജീനസ് സെൽ, അതായത് മൈക്രോസ്പോർ അല്ലെങ്കിൽ പോളൻ മദർ സെൽ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ടു ഫോം മൈക്രോസ്പോർ ടെട്രാഡ്. And the formation of microspores from a pollen mother cell through the meiosis is called microsporogenesis. നമ്മൾ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ കണ്ടപ്പോൾ നമ്മൾ അതിനകത്ത് പോളൻ മദർ സെല്ലിനെ കണ്ടു, അല്ലേ? അകത്ത് കാണുന്നതാണ് പോളൻ സാക്കിനുള്ളിൽ പോളൻ മദർ സെല്ലിനെ നമ്മൾ കണ്ടു. ഈ പോളൻ മദർ സെല്ല് മിയോസിസ് നടന്ന് ഡിവിഷൻ സംഭവിച്ച് മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നതിനെയാണ് മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. മിയോസിസ് ആണ് അവിടെ നടക്കുന്നത്. ആർക്കാണ് നടക്കുന്നത്? ഇതിനുള്ളിലുള്ള പോളൻ മദർ സെല്ലിന്. പോളൻ മദർ സെല്ലിന് മിയോട്ടിക് ഡിവിഷൻ നടന്ന്
മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. മൈക്രോ വരുന്നതെല്ലാം ആൻഡ്രീഷ്യവുമായിട്ട് ബന്ധപ്പെട്ട മൈക്രോസ്പോറോജെനിസിസ്, മൈക്രോസ്പോർസ് ഉണ്ടാകുന്നതാണ്. എങ്ങനെയാണ് മൈക്രോസ്പോർസ് ഉണ്ടാകുന്നത്? മിയോട്ടിക് ഡിവിഷൻ വഴിയാണ്. മിയോട്ടിക് ഡിവിഷൻ വഴി എന്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്? പോളൻ മദർ സെല്ലിൽ നിന്നാണ്. സോ പോളൻ മദർ സെൽ അണ്ടർഗോ മിയോട്ടിക് ഡിവിഷൻ ടു ഫോം എ സ്പോർട്സ്. ടു ഫോമിങ് മൈക്രോസ്പോർട്സിനെയാണ് എന്തു പറയുന്നത്? മൈക്രോസ്പോറോജെനിസിസ്. ആദ്യത്തെ മിയോട്ടിക് ഡിവിഷനിൽ എന്താ ഉണ്ടാകുന്നത്? മൈക്രോസ്പോർ ടെട്രാഡാണ് ഉണ്ടാകുന്നത്. നോക്കുക, പോളൻ മദർ സെല്ല്, അത് മിയോസിസ് നടക്കുന്നു, ടെട്രാഡ് ഓഫ് പോളൻ ഉണ്ടാകുന്നു, ദെൻ പോളൻ ഗ്രെയിൻസ്. ഈ മൈക്രോസ്പോർസ് തന്നെയാണ് പോളൻ ഗ്രെയിൻസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താ ഉണ്ടാകുന്നത്? പോളൻ മദർ സെല്ലിന് ഒരു മിയോട്ടിക് ഡിവിഷൻ ഉണ്ടാകുന്നു. അങ്ങനെ മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്യുന്നു. അത് പിന്നീട് എന്തായി മാറുന്നു? പോളൻ ഗ്രെയിനായിട്ട് മാറുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? മൈക്രോസ്പോറോജെനിസിസ് എന്ന് പറയുന്നത്. ഇതെല്ലാം നടക്കുന്നത് എവിടെയാണ്? ആൻഡ്രീഷ്യത്തിനുള്ളിലാണ്. ഓക്കെ, ആൻഡ്രീഷ്യത്തിനുള്ളിൽ നമ്മൾ കണ്ടു 4 മൈക്രോസ്പൊറാഞ്ചിയം 4 കോർണറിലായിട്ട് നമ്മൾ കണ്ടു. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിനുള്ളിലാണ് ആര് സ്ഥിതി ചെയ്യുന്നത്? പോളൻ മദർ സെല്ല് സ്ഥിതി ചെയ്യുന്നത്. ഈ പോളൻ മദർ സെല്ലിന് മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് എന്താണ്? മൈക്രോസ്പോർ ടെട്രാഡാണ്. ഈ മൈക്രോസ്പോർ ടെട്രാഡ് ആണ് പിന്നീട് ആരായി മാറുന്നത്? പോളൻ ഗ്രെയിൻസായി മാറുന്നത്. ഇങ്ങനെ പോളൻ മദർ സെല്ലിന് മിയോട്ടിക് ഡിവിഷൻ നടന്ന് മൈക്രോസ്പോർസ് ഫോം ചെയ്യുന്നതിനെയാണ് എന്ത് പറയുക? മൈക്രോസ്പോറോജെനിസിസ്. അത് തന്നെയാണ് പോളൻ ഗ്രെയിൻ ഉണ്ടാകുന്നതും കേട്ടോ. സോ അടുത്തത്, ആസ് ദ ആന്തർ മച്വർ ഡീഹൈഡ്രേറ്റ് ആൻഡ് മൈക്രോസ്പോർ ഡിസോസിയേറ്റ് ഫ്രം ഈച്ച് അതർ ആൻഡ് ഡെവലപ്ഡ് ഇൻ ടു പോളൻ ഗ്രെയിൻ. ഈ ഉണ്ടായ മൈക്രോസ്പോർ കാലക്രമേണ ആന്തർ മച്വർ ആകുമ്പോൾ ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ടാകുന്ന സ്ട്രക്ചറാണ് എന്ത്? പോളൻ ഗ്രെയിൻ. അതായത് മൈക്രോസ്പോർ തന്നെയാണ് പോളൻ ഗ്രെയിൻ. ഒരു ഡിഫറൻസേ ഉള്ളൂ, മൈക്രോസ്പോർ ഉണ്ടായി അത് ഡീഹൈഡ്രേറ്റ് ചെയ്ത് വരുമ്പോൾ സ്ട്രക്ചറിനെയാണ് നമ്മൾ പോളൻ ഗ്രെയിൻ എന്ന് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ. ഈച്ച് മൈക്രോസ്പൊറാഞ്ചിയം കണ്ടെയ്ൻ തൗസൻഡ്സ് ഓഫ് പോളൻ ഗ്രെയിൻസ്. ദേ ആർ റിലീസ്ഡ് വിത്ത് ദ ഡെഹിസൻസ് ഓഫ് ആന്തർ. ഓക്കെ, ഒരു ചെറിയ ഒരു ആന്തറിനുള്ളിൽ 4 മൈക്രോസ്പൊറാഞ്ചിയം, അതിൽ ഓരോ മൈക്രോസ്പൊറാഞ്ചിയവും തൗസൻഡ്സ് ഓഫ് മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ആണ് ഉണ്ടാക്കപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആയല്ലോ? ഇവിടെ തന്നിരിക്കുന്നത് അതിൻ്റെ ഒരു സ്റ്റേജസ് ഓഫ് മൈക്രോസ്പോർ മച്ചുറിങ് ആണ്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ സെയിം ഇമേജാണ്. ഇത് മൈക്രോസ്പോർ പൊട്ടി വെളിയിലോട്ട് പോളൻ ഗ്രെയിൻ വരുന്ന ഇമേജ്. ദെൻ പോളൻ ഗ്രെയിൻ എന്ന് പറഞ്ഞതാണ് മെയിൻ ഗ്യാമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. ഈ പോളൻ ഗ്രെയിൻ ആണ് മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ഓഫ് നമ്മുടെ ഈ പറഞ്ഞ ഫ്ലവറിങ് പ്ലാന്റ്സ്. അതായത് നമ്മൾ ഇപ്പോൾ അല്ലാത്ത ഫ്ലവറിങ് പ്ലാന്റ്സ് അല്ലാതെ ആനിമൽസിൽ എടുക്കുമ്പോൾ നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം പഠിക്കുമ്പോൾ ഇപ്പോൾ മെയിൽസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക? നമ്മൾ എന്ത് പറയും? മെയിൽസിലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കൃത്യമായിട്ടുള്ള ഓരോ ഓർഗൻസ് ഉണ്ടാവും അവരുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ. ഫീമെയിൽസിലാണെങ്കിൽ ഓവം ഉണ്ടാവും അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ ഫ്ലവറിങ് പ്ലാന്റ്സിൽ വരുമ്പോൾ മെയിൽ സിസ്റ്റത്തിൽ വരുന്ന അവരുടെ ഗ്യാമിറ്റോഫൈറ്റിൻ്റെ പേരാണ് പോളൻ ഗ്രെയിൻസ്. ക്ലിയർ ആണല്ലോ? പോളൻ ഗ്രെയിൻസ് ജനറലി സ്പെറിക്കൽ ആയിരിക്കും. 20 to 55 mm ആണ് ഡയമീറ്റർ വരുന്നത്. സൈറ്റോപ്ലാസം ഈസ് സറൗണ്ടഡ് ബൈ ദ പ്ലാസ്മ മെംബ്രെയിൻ. പോളൻ ഗ്രെയിൻ 2 ലെയർ ആണ്, എക്സിൻ ആൻഡ് ഇൻറ്റെയിൽ. പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കണം. ഇതാണ് പോളൻ ഗ്രെയിൻ്റെ സ്ട്രക്ചർ തന്നിട്ടുള്ളത്. അതിനൊരു എക്സൈൻ ഉണ്ടായിരിക്കും, ഇൻറ്റെയിൻ ഉണ്ടായിരിക്കും. ഔട്ടർ ലെയറിൻ്റെ പേരാണ് എക്സൈൻ, എക്സിറ്റ്, എക്സൈൻ. അകത്തത്തെ ഇൻസൈഡ്, ഇൻറ്റൈൻ. ഓക്കെ, ഇത് ഒന്ന് നോക്കുന്നത് വളരെ ഉപകാരമാണ് എക്സാമിൻ്റെ സമയത്ത് കേട്ടോ. ഇനി എക്സൈനെ പറ്റി പറയുമ്പോൾ എക്സൈൻസ് ആ ലെയർ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് സ്പോറോപൊളനിൻ എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ കൊണ്ടാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ദ ഹാർഡ് ഔട്ടർ ലെയർ മെയ്ഡപ്പ് ഓഫ് സ്പോറോപൊളനിൻ. എക്സിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള ഹാർഡ് ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപൊളനിൻ എന്ന് പറയുന്ന ഒരു ഓർഗാനിക് മെറ്റീരിയൽ കൊണ്ടാണ്. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ആൽക്കലി എൻസൈംസ് ആൻഡ് കനോട്ട് ബി ഡീഗ്രേഡ് സ്പോറോപൊളനിൻ. കാരണം ഇത് എന്തുകൊണ്ടാണ്? ഇവിടുന്ന് വിട്ടുപോകുന്ന പോളൻ ഗ്രെയിൻസ് ചില പ്ലാന്റ്സിൻ്റെ ഒരുപാട് ദൂരമൊക്കെ പറന്നു പോകും, കാറ്റ് വഴിയും ഒക്കെ. അങ്ങനെയാണ് അവരുടെ പോളിനേഷനും കാര്യങ്ങളും ഒക്കെ നടക്കുക ചില പ്ലാന്റ്സിന്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവാം, പല മീഡിയത്തിലൂടെ pHലൂടെ ഇവർ കടന്നു പോകാം.
അപ്പോഴൊന്നും അകത്തുള്ള പോളൻ ഗ്രെയിൻസിനോ അതിൻ്റെ ആ ഒരു വയബിലിറ്റിക്കോ പ്രശ്നം വരരുത്. അപ്പോൾ ഔട്ടർ മോസ്റ്റ് ലെയർ അത്രയും പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ലെയർ ആയിരിക്കണം. അതാണ് എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപൊളിനിയം കൊണ്ട് ഔട്ടർ മോസ്റ്റ് ലെയർ. അത് ഏത് ആൽക്കലി പി എച്ച് ആണെങ്കിലും അസിഡിക് പി എച്ച് ആണെങ്കിലും ടെമ്പറേച്ചർ ആണെന്നുണ്ടെങ്കിൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ഓക്കെ, എക്സൈൻ ഹാസ് അപ്പേർച്ചർ കോൾഡ് ജേം പോർ. ഈ എക്സൈനിൻ്റെ വെളിയിലോട്ടുള്ള ചെറിയ അപ്പേർച്ചറിനെ പറയുന്ന പേരാണ് ജേം പോർസ് എന്ന്. ദ പോളൻ ഗ്രെയിൻ ആർ പ്രിസർവ്ഡ് ആൻഡ് ഫോസിൽ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് സ്പോറോപൊളിനിയം. എക്സൈൻ എക്സിബിറ്റ് പാറ്റേൺ ആൻഡ് ഡിഫറെൻറ്റ് പാറ്റേൺസിലും ഡിസൈൻസിലും എക്സൈൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇൻറ്റൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പോളൻ ഗ്രെയിൻ്റെ അകത്തത്തെ ലെയറാണ് ഇൻറ്റൈൻ. ഇന്നർ വാൾ ഓഫ് പോളൻ ഗ്രെയിൻ ആണ് ഇൻറ്റൈൻ. ഓക്കെ, ഇത് തിൻ ആൻഡ് കണ്ടിന്യൂസ് ലെയർ മെയ്ഡപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. അത് അകത്തായതുകൊണ്ട് അത്ര വലിയ പ്രൊഡക്ഷൻ ആവശ്യമില്ല. അതുകൊണ്ട് അത് എന്താണ്? തിൻ ലെയറാണ്. ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ കൊണ്ടാണ്. എക്സിൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപൊളിനിൻ, ഇൻറ്റിൻ ആണെങ്കിലോ സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. സോ ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ നോക്കാം. ഇന്ന് നമുക്ക് ഇത്രയും കാര്യങ്ങൾ മതി ക്ലാസ്. എല്ലാം കൂടെ ഒരു ദിവസം പറഞ്ഞാൽ നിങ്ങൾ മറന്നു പോകും. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ സ്ലൈഡ് നോക്കിയിട്ട് നിങ്ങൾ വേണ്ടപ്പെട്ട പോയിൻറ്റ്സ് നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അതനുസരിച്ചൊരു റിവിഷൻ നോട്ട് ഉണ്ടാക്കുക. ഓക്കെ, എൻറ്റൈൻ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, എക്സൈൻ എന്താണെന്ന് പറഞ്ഞു, മൈക്രോസ്പോറോജെനിസിസ് എന്താണെന്ന് പറഞ്ഞു, മൈക്രോസ്പോർസ് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു, അതുപോലെ ആന്തർ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഫ്ലവറിൻ്റെ സ്ട്രക്ചർ സ്റ്റേമൻ ഡിസ്കസ് ചെയ്തു, ആൻഡ്രീഷ്യം ഗൈനീഷ്യം അങ്ങനെ 2 പാർട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ നിങ്ങൾ അറിയിക്കുക. അതനുസരിച്ച് നമുക്ക് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിലൂടെ കാണാം. ബൈ.